ഓരോരുത്തരും നമ്മൾ മാത്രം പുറകോട്ട് നിന്ന് ശ്രദ്ധിച്ചിട്ട് കാര്യമല്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഉയർത്തും. മിസ്ർ ആകെ ഷെയ്ഖ് മുഖ്താറിന്റെ കാൽക്കീഴിൽ വിലായത്തിന്റെ മഖാമിൽ അദ്ദേഹം ഉണ്ട് എന്ന് തെളിഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അവിടുത്തെ ടെലിവിഷൻ ചാനലുകളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹം ടെലിവിഷന് വേണ്ടി പ്രസംഗിക്കാൻ പോകുന്ന ആളല്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു മഖാമിൽ പ്രസംഗിച്ചാൽ അതവിടുത്തെ ടെലിവിഷനിലുണ്ട്. 77 ഷെയ്ഖുമാരിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഷെയ്ഖായിട്ട് 10-ൽ ഒരാളായിട്ട് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നിട്ട് കേരളത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് കള്ളനാണ്, ജാഹിലാന്ന് പറഞ്ഞ എന്തർത്ഥമുള്ളത്? എനിക്കിതേ പറയാനുള്ളൂ. അതുകൊണ്ട് ശാഖാപരമായ ഒരു വിഷയത്തിലല്ല നമ്മുടെ തർക്കം. ഒരു മനുഷ്യൻ അദ്ദേഹം കള്ളനാണ് എന്നൊരു കൂട്ടം പ്രചരിപ്പിക്കുക, കാണാതെ കേൾക്കാതെ പഠിക്കാതെ അദ്ദേഹത്തിന്റെ രേഖകളൊന്നും വായിക്കാതെ. എന്റെ പ്രസംഗത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, അറിവ് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വരും. അത് മനുഷ്യനാണ്, മാസൂം അല്ല ഞാന്. ആ ഒരവസ്ഥയിൽ ഇത് കണ്ടിട്ടല്ല അളക്കേണ്ടത്. ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖസീദയെ പറയാണ്, ഫയാ ബനിയദ്ഹബു ഫതഹസ്സസൂ റശദ ലിയംദികും ഫീ റിഹാബിസ് സുബ്തി ഉദ്ദത്തിനാ. എന്റെ മക്കളെ പോയി നോക്കൂ മക്കളെ, ഇദ്ഹബൂ ഫതഹസ്സസൂ, അറിയുവീൻ, ലക്ഷണം നോക്കി കണ്ടെത്തുവീൻ മക്കളെ, അനുഭവിച്ച് മനസ്സിലാക്കുവീൻ മക്കളെ. നിങ്ങളുടെ കാര്യത്തിന് റഷദിന്റെ മാർഗം പഠിപ്പിക്കാൻ എവിടെ ഉണ്ടാണ്? ഫീ റിഹാബിസ് സുബ്തി ഉദ്ദത്തിനാ. സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ അസ്സുബ്ത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്ത് പോയി നോക്ക്. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുണ്ട് കൈറോയിൽ. അതിന് 100 മീറ്റർ അടുത്താണ് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ താവളം. അവിടുന്നാണ് ഈ വിനീതൻ ഈ തരീഖത്ത് സ്വീകരിച്ചത്. ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിനെ ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട്. എന്റെ ഉസ്താദായ മർഹൂം സൂഫി വര്യനായ CS മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് എല്ലാ രാത്രിയും അർദ്ധരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം 13 വയസ്സുള്ള മുതഅല്ലിമായ എന്നെ വിളിച്ചുണർത്തും. തഹജ്ജുദിന്റെ ശേഷം അവരുടെ ഗുരുനാഥനായ വലിയുല്ലാഹി മരക്കാരി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു എഴുതിയ ബദർ ബൈത്ത് ചൊല്ലി എന്നും തവസ്സുലാക്കി ദുആ ചെയ്യും. 13 വയസ്സുള്ള സമയത്ത് ഈ മുതഅല്ലിമായ ഞാനും അത് ഏറ്റു ചൊല്ലാറുണ്ടായിരുന്നു. വബിസയ്യിദിൽ ജീലി അബ്ദിൽ ഖാദിരി ഖുതുബിൽ വജൂദി വബിർരിഫാഇൽ കാബിരി വബിഅഹ്മദൽ ബദവിൽ വലിയിൽ ഫാഖിരി അൻഹും റിളാഉക യാ റഷീദു ഇലാഹനാ അജ്ജിൽ ബിഫത്ഹിൻ മിൻക യാ റഹ്മാനനാ വകദാ ബിഅഹ്ലിൽ ബൈത്തി ഫീ കുല്ലി الزمن والأنبياء والأولياء ذوي الأمن أيضا وبالشهداء والصلحاء وعنهم كلهم يا وارث ارض إلهنا عجل بفتح منك يا رحماننا. എന്നിട്ട് എല്ലാ രാത്രിയും തവസ്സുലിൽ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ബൈത്ത് സയ്യിദി അബുൽ ഐനൈൻ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിനെ 13 വയസ്സുള്ള പ്രായത്തിൽ അനുസ്മരിക്കാറുണ്ട്. വബിസയ്യിദി ശൈഖി ദസൂഖിൽ വലി വശാദിലി ശൈഖി അബി ഹസൻ അലി അജ്ജിൽ ബിഫത്ഹിൻ മിൻക യാ റഹ്മാനനാ بالسيد العلوي ذي الرتب الكبر ونفيسة ذات المناقب والأثر والسيد المهدي الإمام المنتظر عنهم رضاؤك يا مغيث إلهنا عجل بفتح منك يا رحماننا. ഒരു മഹാത്മാവിനെയും തവസ്സുലിൽ ഒഴിവാക്കിയിട്ടില്ല. ബിഅബി ഹനീഫത വൽ ഇമാമി ശാഫിഈ വബിമാലിക് വബിഅഹ്മദൽ മുതവാളിഈ വബികുല്ലി മത്ബൂഇൻ ബിദീനി ശാരിഈ അൻഹും റിളാഉക യാ ഖരീബു ഇലാഹനാ അജ്ജിൽ ബിഫത്ഹിൻ മിൻക യാ റഹ്മാനനാ وأمتنا منهم بمدد فائد وأفض علينا من فيوض عوائد بركاتهم مع دائمات فوائد من جاههم عنهم
رضاك إلهنا عجل بفتح منك يا رحماننا. സൂഫിവര്യനായ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്നുറപ്പുണ്ടായിരുന്ന മഹാൻ മർഹൂം CS മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു ഈ വിനീതന് എന്തെങ്കിലും നിഅമത്തും റഹ്മത്തും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗുരുത്വമാണ് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തഹജ്ജുദിൽ അർദ്ധരാത്രിയിൽ മഹാനവറുകൾ ദിവസേന ചെല്ലുന്ന ഈ തവസ്സുൽ ബൈത്തിന് മുതഅല്ലിമായ 13-14 വയസ്സുള്ള എന്നെ മഹാന് വിളിച്ചുണർത്തും. ഞാനും കൂടി ചെല്ലും. വബി സയ്യിദിശ് ശൈഖി തസൂഖിൽ വലി വശാദിലി ശൈഖി അബി ഹസനിൻ അലി. ഈ പറഞ്ഞ എല്ലാ മഹാന്മാരോടും ഒന്നിച്ച് ബഹുവന്യരായ CS മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശൈഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു എല്ലാവരുടെയും ഒന്നിച്ച് അല്ലാഹുവിന്റെ മുസ്തഖറുർ റഹ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിൽ സഹവസിക്കാൻ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ബറക്കത്ത്, ഈ മദദ്, ഈ വലിയ റഹ്മത്ത് ദായിമായി നിലനിർത്താനുള്ള ഇസ്തിഖാമത്ത് അല്ലാഹു തരട്ടെ. ഇത് മാത്രമേ മനസ്സിൽ ദുആ ഉള്ളൂ, ഇത് മാത്രമേ മനസ്സിൽ ആഗ്രഹമുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എങ്ങനെയൊക്കെ പുറത്താക്കി ബഹിഷ്കരിച്ചാലും അല്ലാഹുവാണ് വലിയവൻ. അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയൻ മുർഷിദാ, വലിയായ മുർഷിദായ ഒരു ശൈഖിനെ തരേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അത് നിലനിന്ന് കിട്ടണമെന്ന മോഹം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ബാക്കി എന്തെല്ലാം പ്രലോഭനങ്ങളും ബഹിഷ്കരണങ്ങളും അധിക്ഷേപങ്ങളും ഇൻഷാ അല്ലാഹ് അതൊന്നും പ്രശ്നമല്ല. വലസ്തു ഉബാലി മൻ റമാനി ബിരീബത്തിൻ ഇദാ കുന്തു ഇൻദല്ലാഹി ഗൈറ മരീബി. സയ്യിദി അഹ്മദുൽ കബീർ റിഫായി ചൊല്ലിയ ആ വാക്ക് മാത്രമേ വിമർശകരോടും അധിക്ഷേപകരോടും സ്നേഹജനങ്ങളോടും ഒക്കെ പറയാനുള്ളൂ. ലോകത്തുള്ളവർ മുഴുവൻ ആക്ഷേപിച്ചാലും അല്ലാഹുവിന്റെ മുമ്പിൽ യഥാർത്ഥമായി അധിക്ഷേപിക്കപ്പെടാതിരുന്നാൽ മതി, കുറ്റക്കാരനാവാതിരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് കാലഘട്ടത്തിന്റെ യുഗപുരുഷനായ മൗലാന ശൈഖ് മുഖ്താർ അലി മുഹമ്മദ് ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദ സേവയിൽ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ എന്നാണ് നമ്മുടെ ആശ. എന്ന് ദ്വാരന്ന് ആമീൻ പറഞ്ഞ് ചെറുപ്പത്തിൽ വളർന്നു. മിസ്റിലെത്തി ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരത്തിന്റെ കൂടെ ഇബ്രാഹിം ദസൂഖിയുടെ മക്കാമ് സിയാറത്തിന് പോയി. അന്നൊന്നും ഈ തരീഖത്തിനെ കുറിച്ച് അല്ല ഏതെങ്കിലും ഒരു തരീഖത്ത് സ്വീകരിക്കണം എന്ന ഒരവസ്ഥയിൽ ഞാനായിട്ടില്ല. അതായിരുന്നു എന്റെ അവസ്ഥ, തുറന്നു പറയാൻ മടിയില്ല. പക്ഷേ ശൈഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്തേക്ക്, അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിച്ചേരാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു ഈ വിനീതന് തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ദുനിയവിയായ പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്, നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. 18 കൊല്ലം വൈസ് പ്രിൻസിപ്പാളായ ഒരു സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോഴും ക്ലർക്ക്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാ പറയുന്നത്, ക്ലാസ് എടുക്കാൻ പാടില്ല, ഇറങ്ങിക്കൊള്ളണം. അന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാണ്. കേസിനും കൂട്ടിനും പോയിട്ടില്ല, യാതൊരു ആക്ഷേപത്തിനും പോയിട്ടില്ല. പക്ഷെ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ഹലോ എന്ന് പറയുന്ന, മുഹമ്മദുൽ ഫൈദ് എന്ന് വിളിക്കുന്ന, സന്തോഷത്തോടുകൂടി ഖാദിമുത് തരീഖ എന്ന് വിളിക്കുന്ന ആ സേവനം, അതാണ് ഇൻഷാ അല്ലാഹ് ഏറ്റവും വലിയ കിരീടം. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. അപ്പൊ അത് വെറുതെ കൂടിയതല്ല. ഇൻഷാ അല്ലാഹ് സത്യം പുലരും. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ ഫയാ ബനി യദ്ഹബു فتحسسوا رشدا لأمركم في رحاب الصبط عدتنا. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുറ്റത്ത് പോയി നോക്കി, മക്കളെ അവിടെ ഉണ്ട് എന്റെ റാവി, അവൻ അമീനാണ്, അവൻ ഇമാമാണ്, അവനാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം ചുരുക്കത്തിൽ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. ലോകം മുഴുവൻ അദ്ദേഹത്തെ വാഴ്ത്തി പറയാ. നോക്ക് നിങ്ങൾ, 2005 ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ മസ്റായത്തുൽ കിറാം എന്ന തരീഖത്ത് കേന്ദ്രത്തിൽ നടത്തിയ സമ്മേളനമാണ് ഇത്. ആദരവിന്റെ സമ്മേളനമല്ല, അംഗീകാരത്തിന്റെ സമ്മേളനമല്ല. ഇത് മുഅ്തമർ സൂഫി എന്ന് പറയുന്ന സമ്മേളനം. സൂഫികളായ മിസ്റിലുള്ള കുറെ തരീഖത്തിന്റെ ഷെയ്ഖുമാർ അവർ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ കേന്ദ്രത്തിൽ വന്നിട്ട് സമ്മേളനം നടത്തുക. പിഴച്ച ആള് കള്ള ഷെയ്ഖ്, അറബി അറിയാത്ത ആള് പടുജാഹിൽ, അല്ലേ? ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം
അദ്ദേഹത്തിനെ മുജാഹിദാക്കി തള്ളിപ്പോ. പക്ഷെ ഷിന്നാവിയെ കുറിച്ച് ഒന്നും പറഞ്ഞു കണ്ടില്ല. ബഹുവന്യരായ AP ഉസ്താദ്